നമുക്കറിയാം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പലപ്പോഴും ജീവിത ലക്ഷ്യങ്ങളിൽ നിന്ന് അറിയാതെയും അറിഞ്ഞും തെന്നിമാറിപ്പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പെട്ടെന്നുള്ള ദേഷ്യം, ക്ഷോഭം, അതല്ലെങ്കിൽ പ്രതികാരം, അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്ന് വരാം. സ്കൂളിൽ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ശ്രീധർ മൂർത്തി. ഇതൊരാളുടെ കഥയാണ്. എല്ലാ ക്ലാസ്സുകളിലും ഒന്നാം സ്ഥാനക്കാരൻ, നിയമബിരുദം നേടിയ ആൾ, IAS പരീക്ഷയുടെ പ്രിലിമിനറി ജയിച്ച ആളുമാണ്. പക്ഷേ തൻ്റെ സഹോദരൻ നേരെ ഉണ്ടായ ഒരു ആക്രമണം എല്ലാം ഒരിക്കൽ മാറ്റിമറിക്കുന്നു. സഹോദരനെ ആക്രമിച്ച അധോലോക നായകനെ അദ്ദേഹം വധിച്ചു. അതോടെ അധോലോക സാമ്രാജ്യത്തിലെ നായകനായി അയാൾ മാറ്റപ്പെടുന്നു. പിൽക്കാലത്ത് അഗ്നി ശ്രീധർ എന്ന പേരിൽ കന്നഡയിൽ എഴുത്തുകാരനും പത്രാധിപനും ഒക്കെയായി ഇയാൾ മാറിയെങ്കിലും നാട്ടുകാരുടെ കണ്ണിൽ ഇയാൾ ഇപ്പോഴും ഒരു അധോലോക നായകൻ തന്നെയാണ്. അതൊരു വിധിയാണ് ശരിക്കും. ആ കഥ അഗ്നി ശ്രീധരൻ ഒരു അഭിമുഖത്തോടെ ഇന്ന് രാത്രി 10 മണിക്ക് 24 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അഗ്നി ശ്രീധരൻ്റെ കഥ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എത്ര കൂടുതലാണെങ്കിലും വഴിമാറി സഞ്ചരിക്കുമ്പോൾ നമ്മൾ 2 വട്ടം ആലോചിക്കണം. നമ്മുടെ വിധി തന്നെ അത് മാറ്റിമറിക്കും. ചെറിയൊരു പ്രകോപനം കൊണ്ട് സമർത്ഥമായൊരു ജീവിതമാണ് മാറ്റിമറിച്ച് കളഞ്ഞത് അഗ്നി ശ്രീധർ. ഈ കഥ ഒരുപക്ഷെ നിങ്ങളെ അമ്പരപ്പിച്ചേക്കും. ഇന്ന് രാത്രി 10 മണിക്ക് കാണുക. അധോലോക നായകനെന്ന് കർണാടക സർക്കാരും പോലീസും രേഖപ്പെടുത്തിയ ബ്രാൻഡ് ചെയ്ത അഗ്നി ശ്രീധർ ഒന്നാന്തരം എഴുത്തുകാരനാണ്. മാത്രവുമല്ല, സിനിമകൾ ചെയ്ത ആളാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത പുസ്തകത്തിലുണ്ട്. ഈ ജീവിത പുസ്തകമൊക്കെ അദ്ദേഹത്തിൻ്റെ വെള്ളി വെളിച്ചം പോലെ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തെ അറിയപ്പെടുന്ന ബ്രാൻഡ് നെയിം ഒരു അധോലോക നായകൻ. കാണുക ഇന്ന് രാത്രി 10 മണിക്ക്. അതിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് രാവിലെ പറയാനുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മധു കൊട്ടാരക്കരയാണ് അഗ്നി ശ്രീധറുമായി കർണാടകത്തിൽ വെച്ച് അഭിമുഖം ചെയ്തത്. I remember one sentence in Malayalam. Amma, Santoshavadi Anangil, entire family prosperous and happy. Not even in wildest imagination I thought that I could be a name in the underworld. On a single day, when my name cropped up in Kotwal Ramachandra murder case, he was a notorious figure, notorious. My name cropped up on that single day when it appeared in newspapers, in the media. Immediately my world changed totally. My entire clan used to say, from mother side and father side, he is the best in our families. That boy, he has become a criminal. Underworld is not a calm world. If you are inefficient, you will be killed in no time. Chota Rajan sent people to my house. He was on the line and I refused to talk. Even today, people think of me as Don only.